പാൽക്കുളം മേടിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്, അല്പോടെ ഉയർന്ന പ്രദേശമാണത്. ഇതിലെല്ലാം ആനകൾ വിഹരിക്കുന്ന സ്ഥലമാണ്. തൊടുപുഴ ഇതിനപ്പുറം ഇത് തൊടുപുഴ റേഞ്ചാണ്. മുള്ളരിങ്ങാട് പോലുള്ള മലപ്രദേശത്ത് നിന്ന് ആന ഇതേ കോറിഡോറിൽ സഞ്ചരിച്ച് ഇങ്ങോട്ട് വരികയും ഇതേ വലിയ ആനകൾ പിടിച്ച് ആനയിലെ പാസ് ചെയ്യുമ്പോൾ ഒരിക്കുകയും അതുപോലെ അത് വളച്ചു വെച്ചിരിക്കുന്നതാണ്. കാട്ടാനകളെ വിഹരിക്കുന്ന മേഖലയാണ്. ഇവിടെയാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. റിസർവിനകത്ത് ഇവിടെ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. അത്രയും ഉയർന്ന സ്ഥലത്ത് പക്ക റിസർവിന് കുരിശ് വെച്ചിരിക്കുകയാണ്. Okay, start. ഇതെല്ലാം ആന എന്നും തന്നെ വരുന്നൊരു സ്ഥലമാണ്. ഇതിപ്പോൾ പാൽക്കുളം മേട്ടിൽ ഈ കുരിശിൻ്റെ തൊട്ടടുത്ത് കണ്ട ഒരു കാഷ്ടമാണ്. ഇത് പുലിയുടെ കാഷ്ടമാണ്. തൊട്ടടുത്ത് ആനയുടെ പിണ്ടം കിടക്കുന്നു. ഇത്രയും പക്ക റിസർവിലാണ് ഈ പാറയെ കൊണ്ടുവന്ന് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്നല്ല, 2-3 സ്ഥലത്ത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുപ്പിച്ചേ പറ്റൂ. റിസർവിനകത്താണ് കുരിശ് വെക്കുന്നത്. ഇത് പുലിയുടെ കാഷ്ടമാണ്, അത് ആനയുടെ. പ്രാധാന്യമുള്ള ഈ പ്രദേശത്ത് പക്ക റിസർവിനകത്ത് ഈ കുരിശ് കൊണ്ട് വെച്ചിരിക്കുന്നു. കുരിശ് വെക്കേണ്ടത് വനത്തിലല്ല. കാരണം വന്യജീവികൾക്ക് ഒരിക്കലും അവർക്ക് അമ്പലമോ പള്ളിയോ കുരിശൊന്നും അങ്ങനെ ശല്യമാണ്. ഇവിടെ ട്രസ്പാസ് ചെയ്ത് ആരാധന നടത്താനോ വരുന്നത് ഏത് മതത്തിൻ്റെ ആയാലും തെറ്റാണ്. അതുകൊണ്ട് ഈ കുരിശ് ഇവിടെ വന്നതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കുരിശിരിക്കുന്ന റിസർവ് വനം വരുന്ന ഭാഗത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയാണ്. ഞങ്ങളിത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മുതൽ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ കുരിശിനെതിരായിട്ടല്ല, റിസർവ് വനത്തിലും കുരിശിൻ്റെ ആവശ്യം. ഇത് സ്ഥാപിക്കുകയും ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കുന്നതോടെ വരെ ഞങ്ങൾ നിയമപരമായും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രാധാന്യമുള്ളതിനാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അടക്കമുള്ള എല്ലാ ഇതിനും ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ ഇത് കോട്ടയം ഡിവിഷൻ്റെ കീഴിലാണ്. കോട്ടയം ഡിവിഷൻ്റെ ചാർജുള്ള DFO ഈ കുരിശ് എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയും ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പക്ക റിസർവിൽ വെച്ചിരിക്കുന്ന ആനത്താരയിൽ വെച്ചിരിക്കുന്ന പുലിയുടെ കാഷ്ടം വരെ ഇവിടെയുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള ഈ റിസർവിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന പാൽക്കുളം മേട്ടിൽ സ്ഥാപിക്കുന്ന ഈ കുരിശ് 1-2 കുരിശുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കുരിശ് റിസർവ് വനത്തിനകത്ത് സ്ഥാപിച്ചിട്ട് അത് എടുപ്പിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണിത്. അവർക്കിതിൽ പങ്കുണ്ട്, കൂട്ടുണ്ട്. അതുകൊണ്ട് കോട്ടയം ഡിവിഷൻ്റെ കീഴിലായതുകൊണ്ട് കോട്ടയം DFO എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെടുകയും ഈ കുരിശ് ഇവിടുന്ന് എടുപ്പിക്കുകയും ചെയ്യണം. ഞങ്ങൾ നിയമപരമായും അതുപോലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അടക്കമുള്ള കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഒരു കാരണവശാലും ഇതുപോലെ കുരിശുകൾ വനത്തിനുള്ളിലല്ല വെക്കേണ്ടത്. ഇത് ജനവാസ മേഖലയിൽ വെക്കുകയാണെങ്കിൽ അതിലെ പോകുന്ന എല്ലാ മതസ്ഥരും താല്പര്യമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക് വണങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ജനങ്ങൾ താമസിക്കുന്നിടത്താണ് വെക്കേണ്ടത്. ആനയ്ക്ക് ഇതൊരു ശല്യമാണ് മറ്റു മൃഗങ്ങളും. അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ഉന്നതാധികാരികൾ ഇത് എടുപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ എല്ലാ നടപടികളും എടുക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ കുരിശുകൾ വനത്തിൽ സ്ഥാപിച്ച് എടുപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക്